അന്നേരേ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ഞങ്ങളെയും കൊണ്ട് ചെമ്പഴന്തി ഗുരുകുലത്തിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇതുവരെ അവിടെ അങ്ങ് പോയിട്ടില്ല. 10-13 വർഷം അവിടെ താമസിച്ചെങ്കിലും കൊച്ചുങ്ങൾക്കെല്ലാം ഒരു പറഞ്ഞപ്പോൾ നമുക്ക് പാമ്പാന്ന് പറഞ്ഞ് ഞങ്ങൾ വീണയും വൈഷ്ണവിയും ഞാനും ചേട്ടനും കൂടെ അമ്പലത്തിൽ പോയി. പക്ഷേ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ പുറത്ത് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, ജോലിക്ക് പോകുമ്പോഴും വണ്ടി ഓടിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ അകത്ത് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അകത്ത് കയറി കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങ് എന്തോ നമുക്ക് അവിടെ കയറുമ്പോൾ എന്തോ ഒരു ശാന്തി സമാധാനമൊക്കെ നമുക്കറിയാതെ അങ്ങ് തോന്നും. പക്ഷേ അപ്പോൾ ഞാൻ ചേട്ടനെ പറഞ്ഞു, ചേട്ടാ ഇത്ര അടുത്തുള്ളത് ഇതുവരെ നമുക്ക് വരാൻ പറ്റിയില്ലല്ലോ, എന്തൊരു നല്ല ആ കോവിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ നാരായണ ഗുരുസ്വാമിയെ നമിച്ചു പോകും. കാരണം ഈ കാണുന്നതാണ് നാരായണ ഗുരുസ്വാമി ജനിച്ച വീട്. കാരണം ഓലയൊക്കെ ഇട്ട് മേഞ്ഞ് അത് കാണാൻ തന്നെ ഒരു അത്ഭുതം തന്നെയാണ്. അതിൻ്റെ 4 വശവും ലാസ്റ്റ് വീഡിയോയിൽ കാണാം. അത് നാരായണ ഗുരുസ്വാമി ജനിച്ച വീടിൻ്റെ 4 സൈഡും അവിടെ അന്ന് മുതലുള്ള വിളക്കും എല്ലാം നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോ എല്ലാ കോവിലുകളിലൊക്കെ പോവുമെങ്കിലും ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു വെറൈറ്റി പോലെ ഒരു തോന്നൽ. ആ ഒരു പരിസരവും ഒക്കെ അവിടെ ഇപ്പം ഗുരുജയന്തിയുടെ ഉത്സവം നടക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഉത്സവമൊന്നുമില്ല, ചെറിയൊരു ചടങ്ങൊക്കെ ഉള്ളൂ. കാരണം എല്ലാവരും ഈ വയനാട് വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് എല്ലാം മാറ്റിയൊക്കെ വെച്ച് ശിവകരിയിൽ നിന്നൊക്കെ തീർത്ഥാടകർ വരുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒന്നുമില്ല. എന്നാലും നമുക്ക് അതിനകത്ത് കയറിയ എല്ലാ ഉത്സവവും എല്ലാ വർഷത്തെ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇന്ന് രാത്രി പ്രസീത ചാലക്കുടിയുടെ നാടൻ പാട്ടൊക്കെ ഉണ്ട്. ഒന്നും കാണാൻ നമുക്ക് വരാൻ സമയം കാണത്തില്ല. പക്ഷേ ഞങ്ങളിവിടെ കുറേ സമയം ഇരുന്ന് കണ്ട് ഇതിൻ്റെ 4 വശം ആ ശ്രീനാരായണ ഗുരുസ്വാമി ജനിച്ച് വളർന്ന വീടാണിത്. വീടും പരിസരവുമാണ്. അതിൻ്റെ 4 വശമാണ് ഞാനിപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. അപ്പുറത്തെ സൈഡിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു റൂം 2 വാതിലാണ് ബാക്ക് സൈഡിൽ. അതിൽ 2ലും നാരായണ ഗുരുസ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഒന്നാമത്തെ ഫോട്ടോ. ഫ്രണ്ടിൽ ഇരിക്കുന്നത് നാരായണ ഗുരുസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇരിക്കുന്നത്. ഇതിനിപ്പോൾ ഇങ്ങേറ്റം വീണ്ടും ഒരു സ്വാമിയുടെ പടം അതിനകത്തുണ്ട്. പക്ഷേ അതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും എനിക്കിവിടെ വന്ന് കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നും പറഞ്ഞിട്ട് ആൾക്കാർ തേടി തിരഞ്ഞ് വരുന്നതിൻ്റെ പ്രത്യേകത എന്തുവാന്നുള്ളത്. പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഇവിടെ വന്ന് കണ്ട്. പിന്നെ അച്ഛനും മക്കളും കൂടെ അവിടെ ചെന്നിരുന്ന് എന്തൊക്കെയോ കുരിശലങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും സന്തോഷമായി. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ ഇരുന്നില്ല, 2-3 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അവർക്കും അത് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പം കണ്ടിട്ടില്ലാത്തവർക്കും പോകാൻ പറ്റുന്നവരും ഒക്കെ ഇതൊന്ന് പോയി കാണാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. കാരണം ഇത് വേറെങ്ങും അല്ല, നമ്മുടെ ആശ്രമം ചെമ്പഴന്തിയിലാണ്. ശ്രീകാര്യം ചെമ്പഴന്തി, തിരുവനന്തപുരം, നാരായണ ഗുരുസ്വാമിയുടെ ആശ്രമം. പിന്നെ അവിടെ ഇരിക്കുന്ന വിളക്കുകളുടെ എണ്ണം പറയാൻ എനിക്ക് എണ്ണാൻ പറ്റത്തില്ല. അത്രയും വിളക്കുകളാണ് അവിടെ ഇരിക്കുന്നത്. അതും ഒരേപോലെ വരിയായിട്ട് വെച്ചേക്കണം. ഒരു വിളക്ക് പോലും പിന്നെ അതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയല്ല ഇരിക്കുന്നത്. അത്രത്തോളം വിളക്ക്, അതും തേച്ച് മിനുക്കി എത്ര ഭംഗിയായിട്ടാണെന്നോ ആ വിളക്ക് അടുക്കി വെച്ചിരിക്കുന്നത്. അത് തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങും കിട്ടാത്തൊരു സംതൃപ്തി അവിടെ തോന്നും, ഒരു ഭക്തിയും ഒക്കെ. പിന്നെ വിളക്കുകളാണെങ്കിൽ കാരണം ഒരു വിളക്ക് അനുസരിച്ച് ഓരോ വിളക്കും അളവനുസരിച്ചാണ് ഈ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പം എനിക്ക് ഇങ്ങനൊരു ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയതും. എന്തോ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. പാർട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനം നമുക്ക് അവിടെ നിന്ന് പോകാം. ഇത് ഗുരുസ്വാമിയുടെ പ്രതിഷ്ഠ വെച്ച് അന്നവർ അതിൻ്റെ ഡ്രസ്സും മാറി, ഡ്രസ്സും മാറ്റി പുത്തൻ ഡ്രസ്സും മാലയൊക്കെ ഇട്ട് വെച്ചേക്കണം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ വന്നു കഴിഞ്ഞാൽ, അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും വരുന്നത് ശ്രീനാരായണ ഗുരുസ്വാമി ജനിച്ചു വളർന്ന വീടിനെയാണ്. ഓലയൊക്കെ കെട്ടി, ഓലയൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷേ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ ചെന്നത്. ഇനിയിപ്പോൾ അമ്പലത്തിൽ ആൾക്കാർ വരാൻ സമയമായിട്ടേ ഉള്ളൂ. ഇത് കോവിലും കഴിഞ്ഞ് താഴാണ് ഗുരുസ്വാമിയുടെ ജനിച്ചു വളർന്ന വീട്. ചേട്ടൻ എല്ലാവർക്കും വീഡിയോ പിടിക്കുകയാണ്. ഞങ്ങളെ കൊണ്ടാവുന്നൊക്കെ വീഡിയോകളൊക്കെ പിടിച്ചു. പക്ഷേ എന്നാലും അവിടെ നിന്ന് വരാൻ നമുക്ക് മനസ്സില്ല. കാരണം ഒരുപാട് സമയം, 1 മണിക്കൂർ കൂടുതൽ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. കാരണം അവിടെ ചെന്നിരുന്നപ്പം അവിടെ തന്നെ ഇരിക്കാനാണ് നമുക്ക് കൂടുതലും. പിന്നെ ഞാൻ ചേട്ടനോട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ചേട്ടൻ ചോദിക്കും മോതിരങ്ങളെല്ലാം കൂടെ വാരിയൊക്കെ ഇട്ടിരിക്കുന്നത് എന്തോത്തിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞേ കല്യാണം ആയതുകൊണ്ട് എല്ലാം പറക്കി ഇട്ടതാ എന്നൊക്കെ പറഞ്ഞു. മാലയും 2-3 ഇട്ടേക്കുന്ന എന്തിനെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ഡയമണ്ടിൻ്റെ മോതിരം മേടിച്ച് തരുമോ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ചോദിക്കുക. അപ്പോൾ എന്നെ കളിയാകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം തന്നെ വേണോ, ഇന്ന് തന്നെ പോകണോ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്,
ചേട്ടൻ മേടിച്ചെങ്കിൽ ഞാൻ മേടിക്കും, എന്നാൽ മേടിച്ചോളാം കളിയാക്കുക. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് കോവിലൊക്കെ കുറേ നേരമൊക്കെ ഇരുന്ന് സന്ധ്യ മയങ്ങി വരുന്നു. തിരിച്ച് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് പോവാം, വൈകിട്ട് പോയി ഒരു സിനിമയൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പതിയെ ഇറങ്ങി. അപ്പോൾ വീണ്ടും അവൾക്ക് തൊഴുവണമെന്ന് തോന്നി. കൊച്ചുങ്ങളും ചേട്ടനും ഒക്കെ തൊഴുവാണ്. കാരണം എത്ര കണ്ടാലും സ്വാമിയെ കണ്ടാൽ നമുക്ക് മതി വരുന്നില്ല. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ എല്ലാവരും പോകാൻ കഴിയുന്നവരൊക്കെ ഈ ഗുരുകുലത്തിൽ പോയി ഒന്ന് സ്വാമിയെ കണ്ട് തൊഴുവുന്നത് നല്ലതാണ്, ശ്രീനാരായണ ഗുരുസ്വാമിയെ. പിന്നെ അപ്പോൾ ഞങ്ങളുടെ കല്യാണ സംബന്ധമായ ഈ ഒരു വിശേഷം കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.